ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഒരു കാര്യം വ്യക്തമായ അതീവമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, വളരെ ഗുരുതരമായിട്ട് തന്നെ. 9 മാസമായി ജയിൽ ചാട്ടത്തിന് ഗോവിന്ദചാമി പദ്ധതി ഇട്ടിരുന്നു എന്നാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ പറയുന്നത്. സെല്ലിൻ്റെ 3 അഴികളാണ് ഇയാൾ അറുത്തുമാറ്റിയത്. ജയിൽ ചാടുമെന്ന് 3 സഹതടവുകാരോട് അയാൾ പറഞ്ഞിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി ദീപക് തർമ്മടം തത്സമയം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദീപക്, ശരിക്കും ഈ ഒരു ശബ്ദമൊന്നും കേൾപ്പിക്കാതെ കുറേശ്ശെ അറുത്ത് ഈ ഇരുമ്പഴികൾ അറുത്തു മാറ്റി എന്ന് പറയുന്നത് അയാളുടെ മിടുക്കാണ്. മാത്രമല്ല അതിനെ അകത്തൂടെ കയറി ഇറങ്ങാൻ വേണ്ടി ഈ ആകാരമൊക്കെ കുറച്ച് ചപ്പാത്തി മാത്രമാക്കി നുഴഞ്ഞിറങ്ങാനും അയാൾ തീരുമാനിച്ചിരുന്നു എന്നുള്ളതൊക്കെ തന്നെ എത്ര ബുദ്ധിമാനാണ് ഈ ഗോവിന്ദചാമി എന്നുള്ളത് കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. SKN ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇന്ന് ഗോവിന്ദചാമിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചത്. അതായത് ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം തന്നെ പോലീസിനോട് ഈ ഗോവിന്ദചാമി തന്നെ സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തെളിവെടുപ്പ് നടത്തിയപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത വിവരങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 10ാം ബ്ലോക്ക്, അതായത് അവിടുത്തെ കണ്ടംപ്റ്റ് സെൽ എന്ന് പറയുന്നതാണ് ഈ 10ാം ബ്ലോക്ക്. 10ാം ബ്ലോക്കിലെ 19ാം സെല്ലിലാണ് ഗോവിന്ദചാമിയും അതുപോലെ മറ്റൊരു മർഡർ കേസ് പ്രതിയായ തേനി സുരേഷനും താമസിക്കുന്നത്. അവരെ രണ്ടുപേരെയും പാർപ്പിച്ചിരിക്കുന്നത്. ഈ തേനി സുരേഷനോട് ജയിൽ ചാട്ടത്തെക്കുറിച്ച് ജയിൽ ചാടുമെന്നും കൃത്യമായി അറിയിച്ചിരുന്നു. മാത്രവുമല്ല, ഈ തേനി സുരേഷൻ്റെ അറിവോടുകൂടിയാണ് ഈ ജയിലിലെ അടിയുടെ SKN ഈ പൊക്കത്തിലുള്ള അടിയുടെ അടിഭാഗത്താണ്, ഏറ്റവും താഴത്തെ ബോട്ടം സൈഡിലാണ് ഈ രാഗി മുറിച്ചുകൊണ്ടിരുന്നത്. 9 മാസമായി രാഗി മുറിക്കുന്നു എന്ന് പോലീസിനോട് അയാൾ തന്നെ കുറ്റസമ്മത മൊഴിയിൽ പറയുകയാണ്. അതിന് കാരണം പറഞ്ഞത്, ആരെയൊക്കെ ജയിലിൽ നിന്നും സർക്കാർ പുറത്തുവിട്ടാലും എന്നെ പുറത്തുവിടില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഞാൻ ചാടണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് ചാടാൻ തീരുമാനിച്ചത്. മാത്രവുമല്ല, ജയിലിൽ മരപ്പണിക്ക് വന്നവരിൽ നിന്നും ഈ രാഗി മുറിക്കാനുള്ള എക്സോബ്ലേഡ് അല്ല, അതിന് സമാനമായ മറ്റൊരു സാധനം കട്ടർ കരപ്പെടുത്തുകയും അത് രഹസ്യമായി ഒളിപ്പിച്ചു വയ്ക്കുകയും, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മുറിക്കുന്നത് ഓരോ ദിവസവും രാത്രിയിലാണ്. ഇന്നലെ രാത്രി 1:10 ഈ കട്ടിംഗ് പൂർത്തിയായതിനു ശേഷം ഈ തല ആദ്യം പുറത്തെടുത്തു. മാത്രവുമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കട്ടിങ്ങിന് വേണ്ടി 3 സ്ഥലത്താണ് മുറിക്കുന്നത്. ആ മുറിക്ക് ഒരു സ്ക്വയർ കട്ടുള്ള ഈ സ്ക്വയറായിട്ടുള്ള ഒരു ഇതാണ്, അഴിയാണ്. ഓരോ ഭാഗത്തും ഇങ്ങനെ കള്ളിക്കള്ളിയായിട്ടാണ്. ഈ കള്ളിക്കള്ളികളിലെ 3 എണ്ണം അറുത്തു മാറ്റി 1 വലിച്ചെടുക്കുകയും അതിലൂടെ തല പുറത്തേക്ക് ആദ്യം ഇടുന്നു, അത് കഴിഞ്ഞ് ഉടൽ പുറത്തേക്ക് ഇടുന്നു. ഈ തലയുടെ അളവ് മറ്റൊരിടത്ത് വെച്ച് നോക്കി ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ രാഗി മുറിക്കുന്നതിൻ്റെ അളവ് നിശ്ചയിച്ചത് എന്നുള്ളതുൾപ്പെടെ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ സമ്മതിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുറത്തേക്ക് ചാടിയതിന് ശേഷം അവിടെ ഇട്ടിരുന്ന തോർത്തുകൾ, അതായത് മറ്റ് സെല്ലിലുള്ളവരുടെ ഈ കണ്ടം സെല്ലിൻ്റെ തൊട്ടടുത്തും അതുപോലെ തന്നെ ഈ സൈക്കാട്രിക് സെല്ലിൻ്റെയും തൊട്ടടുത്താണ്. അവിടെ ഈ മഴക്കാലത്ത് ഒരുപാട് തോർത്തുണ്ട്. ഈ തോർത്തുകൾ കെട്ടുന്നു, വാട്ടർ ടാങ്കിന് മുകളിലേക്ക് കയറുന്നു. അതിന് മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 300 ലിറ്റർ ടാങ്കർ വെള്ളം മുഴുവൻ ചീറ്റിയ സമയത്തും ജയിൽ അധികൃതർ അറിഞ്ഞില്ല. CCTV സർവേലൻസ് സർവ്വതാ 24 മണിക്കൂറും ഉണ്ട്. അതിനൊരു ചുമതലക്കാരനായ ഉദ്യോഗസ്ഥനുണ്ട്. അവരിതറിയുന്നില്ല. SKN ഈ 1 മണിക്ക് 1:10 മുറിച്ചതിന് ശേഷം ഏതാണ്ട് 3:45 വരെ ജയിൽ കോമ്പൗണ്ടിനകത്ത് തന്നെ ഈ ഗോവിന്ദചാമി ഉണ്ടായിരുന്നു എന്ന് ഗോവിന്ദചാമി തന്നെ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. നമ്മുടെ ജയിൽ സംവിധാനത്തിൻ്റെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ, ഈ സെല്ലിൻ്റെ ചുമതല വഹിക്കുന്നവരുടെ ഗുരുതര വീഴ്ചയാണ് SKN ഈ മൊഴിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ വാട്ടർ ടാങ്കിന് മുകളിൽ ഒരു പാല് കൊണ്ടുവരുന്ന പാത്രം എടുത്തു വയ്ക്കുന്നു. ആ പാത്രത്തിന് മുകളിൽ കയറി അതിനുശേഷം ഒരു കമ്പ് മറ്റൊന്ന് ഈ പോലീസിൽ നിന്നും മറ്റ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ സാധിച്ചത്, ജയിൽ ചാടാനുള്ള ഉപകരണങ്ങളെല്ലാം ഈ ജയിലിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മുളം കമ്പിൽ ഈ തുണി കെട്ടുന്നു. അതിനുശേഷം ഈ തുണിയിലൂടെ താഴേക്കിറങ്ങുന്നു. താഴേക്കിറങ്ങിയ ഗോവിന്ദചാമി ആകെ സ്തബ്ധനായി. കാരണം സമാനമായ മറ്റൊരു മതിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ആ മതിലും ചാടിയതിനു ശേഷമാണ് റോഡിലെത്തുന്നത്. റോഡിലെത്തിയിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നതിന് പകരം നേരെ ഒരു അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. അതിനുശേഷം AKG ആശുപത്രിയുടെ മുൻപിലെ മിൽമ ബൂത്തിലെത്തി അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷൻ്റെ വഴി ചോദിക്കുന്നു. വഴി ചോദിച്ച് നടക്കുന്നതിനിടയിലാണ് ഓട്ടോക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് ഈ കേസിൽ ആസൂത്രിതമായി 9 മാസം മുൻപ് തന്നെ തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. ഈ നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് പറഞ്ഞ പോലെ ഈ ആരോഗ്യ ഘടനയിൽ മാറ്റം വരുത്താൻ രാത്രിയിൽ ഭക്ഷണം ഇല്ലാതാക്കി. രാത്രിയിൽ ഭക്ഷണം കഴിക്കാറില്ല, നൈറ്റ് ഡയറ്റിംഗ് ആയിരുന്നു. ഉച്ചക്ക് കഴിക്കുന്ന ചപ്പാത്തി മാത്രം.
ആഹാരം കുറച്ചു, വ്യായാമം കൂട്ടി, അങ്ങനെ ശരീരം പാകപ്പെടുത്തുകയായിരുന്നു ഈ ജയിൽ ചാട്ടത്തിന് വേണ്ടി എന്നുള്ളതാണ് ഈ ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായത്. ഈ കാര്യം പോലീസിന് തെളിവെടുപ്പിൽ സ്ഥിരീകരിക്കാനും കഴിഞ്ഞു. SKN ഒരു കാര്യം ഉറപ്പിച്ചു പറയണം, കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു ഈ ഗോവിന്ദച്ചാമിയുടെ ചാട്ടത്തിൽ എന്നത് പോലീസിന് ഈ മൊഴിയെടുക്കുമ്പോൾ വ്യക്തമായി. SKN. ഓക്കെ, ദീപക് തരമണമാണ് വിവരങ്ങൾ വിശദമായി നമുക്ക് നൽകിയത്.